ഹേ ഗൈസ്, അപ്പോൾ ചേച്ചിക്ക് പെയിൻ വന്നു. ഹോസ്പിറ്റലിലാണിപ്പോൾ. ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി വേദന വന്നിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ വേദന കുറവുള്ള മരുന്നൊക്കെ കൊടുത്തു. വേദന കുറവുണ്ട്. ടെൻഷൻ പറയാൻ കിട്ടില്ല ഗൈസ്. ഇന്നലെ രാത്രിയാണ് ചേച്ചിക്ക് വേദന വന്നത്. അപ്പോൾ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് വേദന കുറവുള്ള മരുന്ന് കൊടുത്തു. നമുക്കിന്ന് സ്കാനിങ് ഉണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് പറഞ്ഞത്. സ്കാനിങ് കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു നമുക്ക് വേദന കൂടാനുള്ള മരുന്ന് വയ്ക്കാം, റിസ്ക് എടുക്കണ്ട. അവളെ ലേബർ റൂമിൽ കയറ്റി. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ പ്രസവിക്കാൻ പോവുകയാണ്. ഞങ്ങളല്ല ഇവിടെ പ്രസവിച്ചിട്ട് വരാം ഗൈസ്. ഇതാണ് നമ്മുടെ ലേബർ റൂം. ലേബർ റൂമിൻ്റെ ബാക്ക് വശമാണിത്. ഫ്രണ്ട് വശം അവിടെയാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് കുട്ടീനൊക്കെ കൊണ്ടുതരാം. അതിന് കാണാൻ കൊണ്ടുതരാം. അപ്പോൾ ഇവിടെ ഞാൻ പേടിയുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് പേടിയുണ്ട്. എന്നാൽ ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. കാരണമൊന്നുമില്ല. നമുക്ക് മരുന്ന് വാങ്ങാൻ പോകാനുണ്ട്. മരുന്ന് വാങ്ങിയിട്ട് വരാം. സാധനങ്ങളൊക്കെ ഞാൻ പിടിക്കേണ്ടതാലോചിക്കുമ്പോൾ ഗൈസ് നമ്മൾ 8 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവൾക്ക് ഇതുവരെ പെയിനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് വേറൊരു ഇഞ്ചക്ഷൻ കൂടി വെച്ചു. 8 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വേദന ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും. ടെൻഷനായിട്ട് എന്താ പറയുന്നത് എനിക്ക് പോലും അറിയില്ല ഗൈസ്. എല്ലാവരും ടെൻഷനാണിപ്പോൾ. എല്ലാവരും നല്ല ടെൻഷനിലാണ്. ആകെ ഞാൻ മാത്രമായിട്ടാണ് കൂളായി നിൽക്കുന്നത്. അവരെ മുമ്പിൽ മാത്രം. പുറമെ ഇപ്പം ഞാൻ അതുകൊണ്ട് റൂമിലേക്ക് വന്നേക്കാം ഫ്രഷ് ആവാനായിട്ട്. റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. എന്താ ചെയ്യണ്ടേ നമ്മൾ അറിയില്ല. ടെൻഷൻ അത് കടക്കി ടെൻഷനുണ്ട്. ടെൻഷൻ കാര്യത്തൊക്കെ നല്ല മഴ. ഗൈസ് ഇതാണ് ബേബിയുടെ ഫസ്റ്റത്തെ ഉടുപ്പ്. ഗൈസ് ഇതവർ നമുക്ക് തന്ന ഗിഫ്റ്റാണ്. ഉണ്ണിയുടെ ഒരു ഡ്രസ്സും പിന്നെ ഈ സംഭവം.